ഹായ് everybody, നമസ്കാരം. ശ്രീലുമൈ ലൈഫ് ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടോക്കാണ്. എല്ലാ ദിവസവും ഉണ്ടാവും വൈകുന്നേരം. ഞാൻ എൻ്റെ നമ്പറും വീഡിയോയും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാനല്ല, വാട്സപ്പ് ചെയ്യാം. എന്താ ഞാൻ ഇന്ന് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ശ്രീലുമൈ ലൈഫിൽ ഷീ എന്ന് പറയുന്നൊരു ഞാൻ ആ ഷീ എന്നാണ് എൻ്റെ ടോക്കിനിടാൻ ഉദ്ദേശിച്ച പേര്. അതായത് എല്ലാ കാര്യങ്ങൾക്കും പല വശങ്ങളും ഉണ്ടാവാം. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ട്, എല്ലാവർക്കും അവരവരുടെ അനുഭവമാണല്ലോ വലുത്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ശ്രീലുമൈ ലൈഫിലെ ഷീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അനുഭവം പറഞ്ഞല്ലോ, പലർക്കും പല അനുഭവമായിരിക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാരിലാണ്. ആണുങ്ങൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മീനിങ്ങുള്ള വാക്കും സ്ത്രീൻ്റെ ശരീരത്തിലേക്ക് നോക്കി സംസാരിക്കാനും ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട്, ഒരു ലേഡീൻ്റെ അടുത്ത് കുറച്ചും കൂടി ഫ്രീ ആയിട്ടും രണ്ട് ലേഡീസ് ഇരിക്കുന്നതിൻ്റെ നടുക്ക് പോയിരിക്കാനും ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ, സർക്കാർ ഓഫീസുകളിൽ തന്നെയാണ്. പിന്നെ ആരും ഒന്നും പുറത്ത് പറയില്ല. എന്താ കാരണം? പ്രമോഷൻ, ട്രാൻസ്ഫർ, ശക്തമായ സംഘടനകൾ, ഒരുപാട് കാര്യങ്ങൾ കാരണം മിക്കവാറും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പരാതിപ്പെടൂല, പെട്ടാലും അത് മുങ്ങിപ്പോവലാണ് പതിവ്. എനിക്കിന്നൊരു ജോലി ചെയ്യുന്നിടത്ത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിട്ട് 5 ലേഡീസിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്, വാട്സപ്പിൽ. അപ്പോൾ ഇതിൽ വേറൊരു സൈക്കോളജിയും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഹൈ ലെവലിലെ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും യാത്ര, അവരവരുടേതായ കാര്യങ്ങളായിട്ട് മിക്കവാറും പുറത്തായിരിക്കും. അവർ കുടുംബത്തിനെ വിട്ടിട്ട് മറ്റ് ലേഡീസിൻ്റെ അടുത്തൊക്കെയുള്ള എൻജോയ്മെൻറ്റ്സ്, സെക്ഷലായിട്ടും മറ്റു തരത്തിലുള്ള എൻജോയ്മെൻറ്റ് ഇങ്ങനെ കണ്ടെത്തും. തീരെ താഴേക്കടയിലുള്ളവരാണ്. അവർക്കും ഒരു കൈലി കൊടുത്ത് അവർ ഫ്രീ ആയിട്ട് ജീവിക്കുന്നു. അവർ പോകേണ്ടടുത്ത് പോയി അവരെ കാര്യങ്ങൾ നടത്തി ഒരുപാട് ഇതൊന്നും കേൾക്കാതെ ആ ഒരു സ്റ്റൈൽ അവരും ജീവിക്കും. അവർക്കും വലിയൊരു ഉപാധിയൊന്നുമില്ല. ഈ ഹൈ ലെവലിലെ ബിസിനസ്സുകാർ അങ്ങനെ മന്ത്രിതലം, അങ്ങനെ ഉന്നതന്മാർക്കും വലിയ ഉപാധികളൊന്നുമില്ലാതെ പല കാര്യങ്ങളും നടക്കും. എന്നാൽ ഈ സർക്കാർ ജീവനക്കാരിൽ എപ്പോഴും ഒരു മീഡിയം വിഭാഗമാണ്. ഏതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തികവും വരും. അതായത് എവിടെ ജോലി ചെയ്യുന്നു? ഇന്നെടുത്തു. ഓ ശരി സാറേ, ശരി. എവിടെ ജോലി ചെയ്യുന്നു? ഞാൻ ഇന്ന് സ്കൂളിലെ മാഷാന്ന്. ഓ ശരി മാഷേ. അപ്പം ഇങ്ങനെയുള്ള കുറേ ലോക്കൽ അഡ്രസ്സ്. പിന്നെ ഇതൊന്നും കൂടാതെ എന്തായാലും ഒരു വില്ലേജിലോ ഒരു പഞ്ചായത്തിലോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചില നാട്ടിലൊക്കെ അറിയപ്പെടുന്നവരായിരിക്കും. ഇവർക്ക് ധൈര്യമായിട്ടൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇവരൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ പെണ്ണ് വിഷയം ഉണ്ടാവുക എന്ന് വെച്ച് ഇവർക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. എത്ര ഉദാഹരണം വേണം? സ്കൂളിൽ കഞ്ഞി വെക്കാൻ വന്ന ലേഡീനെ ഇവരെയും പിടിച്ചതും അവരെയും പിടിച്ചതും അപ്പുറത്ത് പിടിച്ചതും ഇപ്പുറത്ത് പിടിച്ചതും
ഈ ഞാൻ പറഞ്ഞില്ലേ, ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ, സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ, ലൈംഗിക വൈകൃതത്തിൻ്റെ കേന്ദ്രങ്ങളാണ് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പേഴ്സണൽ ലൈഫ് ചൂഴ്ന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്. ഇപ്പോൾ ഞാനൊരു റോഡിൽ പോകുമ്പോൾ ഓപ്പോസിറ്റിൽ ആൾ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് പലതും എന്നോട് ചോദിക്കാനുണ്ടാവും. അവർ 5 ആൾ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും അവർ ഒരു ഉളുപ്പില്ലാണ്ട് ചോദിക്കും. ഇങ്ങനെയായിരിക്കും ഇവരുടെ ചോദ്യങ്ങളും ഉത്തരവെല്ലാം. എല്ലാവരും എല്ലാം ചിരിച്ച് തള്ളുന്ന്, എല്ലാവരും ലൈഫുമായിട്ട് വളരെ തിരക്കായിട്ട് പോന്ന്. അപൂർവം ചിലരാണ് ചില സംഭവങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നവരെ അടിച്ചമർത്തുക, സസ്പെൻഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ, ഇല്ലീഗൽ അലിഗേഷൻസ്, ഇതൊക്കെ വെച്ചിട്ട് ഇവരെ ആജീവനാന്തം ക്രൂശിക്കും. പിന്നെ ഇതൊന്നും കൂടാതെ മിക്കവാറും സർക്കാർ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർക്കുന്നത് അവിടെ ഏത് സംഘടനയാണോ ആ മേധാവികളായിരിക്കും. ഇപ്പം ഏത് സംഘടനേൻ്റെ മേധാവിത്വമാണോ അവിടെയുള്ളത് അവരവിടെ വെച്ചത് തീർക്കും. ഒരിക്കൽ ഇത് സ്റ്റേഷനിലെത്താനോ പുറം ലോകത്തിന് അറിയിക്കാനോ ഒരു സ്ഥാപനത്തൊന്നും സാധ്യത കുറവാണ്. ഇപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് ചാടി 5 ലേഡീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് വിത്ത് എവിഡൻസ്. അപ്പം ഈ അവസ്ഥയിൽ ലേഡീസ് ഇങ്ങനെ പറയുമ്പോഴാണ് പലരെയും അത് ചൊടിപ്പിക്കുന്നത്. പിന്നെ ഇതുമാതിരിയുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാജീവനാന്തം അവർക്ക് പെൻഷൻ വരെ കിട്ടാത്ത വിധത്തിൽ ഇവരെ ശല്യം ചെയ്യുന്ന സംഘടനാ മാഫിയകൾ ഓരോ സർക്കാർ സ്ഥാപനത്തിലും ഉണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടപ്രകാരം വേറൊരാൾ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഈ സംസാരം വരുന്നില്ല. ഇഷ്ടപ്പെടാത്ത തലങ്ങളിലേക്ക് ചില ഹിസ്റ്റീരിയകൾ വരുമ്പോൾ ആണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പം എത്രയോ ആൾ പറഞ്ഞിട്ടുണ്ട്, മേലധികാരി ഇപ്പോൾ ഒരു ലേഡി പ്യൂണാണ്, മേലധികാരിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന അകാരണമായിട്ട്. മുന്നേ ഒരു കലക്ടർ IAS ഉദ്യോഗസ്ഥ നൽകിയ പരാതി നിങ്ങളെല്ലാവരും ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മേലധികാരിൻ്റെ ക്യാബിനിലേക്ക് അവരെ വിളിച്ചത് മന്ത്രിൻ്റെ ക്യാബിനിലേക്കായിരുന്നു എന്ന് വ്യത്യാസമുള്ളൂ. അവർക്ക് അതാണ് അനുഭവമെങ്കിൽ സാധാരണ ഒരു സർക്കാർ ഓഫീസിൽ സാധാരണ ഒരു ലേഡിക്ക് എന്തായിരിക്കും അനുഭവം എന്ന് നിങ്ങൾ ഊഹിച്ചോ? പിന്നെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക. അവരവരെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കുക, ഏതെങ്കിലും തരത്തിൽ ഇവർക്കിട്ട് പണി കൊടുക്കുക ഈ ലേഡിക്കെതിരെ. അവർ ചിലപ്പം ഭർത്താവ് ഉള്ളതായിരിക്കാം, ഭർത്താവ് ഇല്ലാത്തതായിരിക്കാം, അവർക്ക് വേറെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവരെ ഭർത്താവ് അരക്ക് താഴെ തളർന്ന് കിടക്കുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് അവരെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ എന്തിനാ ഇത്ര ബോധേഡാവുന്നത്? ഭർത്താവ് ഇല്ലെങ്കിൽ എങ്ങനെയാ ഒപ്പിക്കുന്നത്? എന്താണ് ഇവിടെ ഇത്രമാത്രം ഒപ്പിക്കാനുള്ളത്? മറ്റൊരാൾ ഒപ്പിക്കലിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വ്യഗ്രത? ഇതൊക്കെ പ്രതികരിക്കണം. എന്ത് നഷ്ടപ്പെട്ടാലും അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വരണം, പബ്ലിക്കിനെ അറിയിക്കണം. മിക്കവാറും കേരളത്തിലെ പിന്നെ ഞാൻ കണ്ട ഒരു നിയമ സംവിധാനം വെച്ചിട്ട് പാർട്ട് ടൈം ജീവനക്കാരെ എടുക്കുന്നത് മിക്ക 99.9% പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ടാണ് എടുക്കുക. ആ സ്ഥാപനം ഭരിക്കുന്ന പൊളിറ്റിക്സ് അതാണല്ലോ ഇവിടുത്തെ എല്ലാം. അങ്ങനെയുള്ളത് വെച്ചിട്ട് എടുക്കും. അപ്പം അതിൽ പ്രിഫറൻസ് കൂടുതൽ കിട്ടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ഭർത്താവ് മരിച്ചവർക്ക്, അല്ലെങ്കിൽ ഡിവോഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ നെഗറ്റീവായ അനുഭവമുള്ള സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണനയുണ്ട് ഈ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക്. എന്തായാലും അവർ ആ അവസ്ഥയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പം അതൊരു 40 above
അല്ലെങ്കിൽ 35 എബവ് ഒക്കെ ഉള്ള ലേഡീസ് ആണെങ്കിൽ പിന്നെ അവരെ കാര്യം പോക്കാന്ന്. ഇവർ ഈ സംഘടന എടുക്കുന്നതെന്ന് മാത്രമല്ല, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ ഇവരെ എല്ലാ ഹിസ്റ്ററിയും ആ സ്ഥാപനത്ത് കിട്ടും. പിന്നെ ചില സംഘടനാ നേതാക്കന്മാർ ഈ പാർട്ട് ടൈം ജീവനക്കാരൊപ്പരം മണത്ത് അതായത് കോഴി ഉണ്ടെങ്കിൽ കുറുക്കൻ എന്തായാലും ഉറക്കുണ്ടാവില്ലല്ലോ. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ട് തന്നെയായിരിക്കും. ഒരാളും ഇതിലങ്ങനെ പുണ്യാളന്മാരൊന്നുമല്ല. ഉള്ള സംഭവം ചില സ്ത്രീകൾ അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്രത്തോളം അസ്വസ്ഥരാവുന്നത്? നിങ്ങളെ ഈ സംഘടന പേടിച്ചിട്ടും നിങ്ങളെ സംവിധാനങ്ങൾ പേടിച്ചിട്ടും നിങ്ങളെ പോലീസ് സ്റ്റേഷൻ പേടിച്ചിട്ടും ഒരു സ്ത്രീ പ്രസംഗിച്ചതാണ്, കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ഇവിടെ തന്നെയെന്ന്. അതാണ് അതിൻ്റെ സത്യം. പല സർക്കാർ സ്ഥാപനത്തിലെയും ലൈംഗിക ദാരിദ്ര്യം തീർക്കുന്നതിൻ്റെ കോടതിയും പോലീസ് സ്റ്റേഷനും സർക്കാർ സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ അറിഞ്ഞും കൊണ്ട് ചില വ്യഭിചാരങ്ങൾ സർക്കാർ സ്ഥാപനത്തിൽ വെച്ച് സമ്മതിച്ചു കൊടുക്കുന്നതുമുണ്ട്. ഇനിയിപ്പം നിങ്ങൾ പറയും അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് അവർ വ്യഭിചരിക്കും, അവരെന്ത് പുല്ലെങ്കിലും ആയിക്കോട്ടെ എന്ന്. ശരി, നിങ്ങൾ പുറത്ത് റൂം എടുത്തോ, നിങ്ങൾ ലോഡ്ജിൽ മുറിയെടുത്തോ, സർക്കാർ സ്ഥാപനങ്ങളിലുള്ളിൽ വ്യഭിചാരം പറ്റൂലല്ലോ. പറ്റുമോ? ഇല്ല. നിങ്ങൾ റൂം എടുത്തോ, വളരെ സന്തോഷം. ഇപ്പോൾ ഒരാണും ഒരു പെണ്ണും ബൈക്കിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നുണ്ടോ? നമുക്ക് ചോദിക്കാൻ അധികാരമില്ല. നേരെ മറിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ എന്നല്ല ഒരു സ്ത്രീയും പുരുഷനും അവിഹിതം നമ്മളെ ഈ ഡ്യൂട്ടി സമയത്ത് ഒഴിവ് സമയങ്ങളിൽ ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും, കുട്ടികളെ സമരമാകുമ്പോൾ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ, ലാബ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ സെക്സ് തീർക്കാനുള്ള സ്ഥലമല്ല. അതിന് നമ്മൾ ക്യാഷ് കൊടുത്ത് പുറത്ത് റൂം എടുക്കാം. അപ്പോൾ ഈ പകൽമാന്യന്മാർക്കെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ലൈംഗിക ദാരിദ്ര്യമുണ്ട്. ഇവരെല്ലാം പിന്നെ ഇതിൽ വേറെ ഏറ്റവും വലിയൊരു സൈക്കോളജി എന്താ പറഞ്ഞാൽ, ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ടാവും. രണ്ടാളും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചോദിക്കേ വേണ്ട. അപ്പം ഇവർ ചിലപ്പോൾ അവരവരെ പേഴ്സണൽ ലൈഫെല്ലാം അങ്ങ് മറന്നു പോകുന്ന ടീമുണ്ടാവും. എസ്പെഷ്യലി ലേഡീസ്. മക്കളെ കാര്യം നോക്കി, ചോറാക്കി, അയൺ ചെയ്ത്, ഫുഡ് അങ്ങനെ പോവും. ചിലപ്പം ഈ ഭർത്താവിനനുസരിച്ച് ആ ലേഡിക്ക് നീങ്ങാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അവരെ രാത്രികളപ്പം ചില കാട്ടിക്കൂട്ടലിൻ്റെ രാത്രികളായിട്ട് മാറാനും മതി. ആണുങ്ങൾ അലക്കാൻ കൂടാനോ തേങ്ങ ചിരണ്ടാൻ കൂടാനോ വേറെ അങ്ങനെ അപൂർവമായിരിക്കും. ഭാര്യയും ഭർത്താവും യോജിച്ച് ഷെയർ ചെയ്ത് ജോലിയും എല്ലാം ഷെയർ ചെയ്ത് ഈച്ച് ആൻഡ് എവരിത്തിങ് ഷെയർ ചെയ്യുന്ന അപൂർവം കേസ് ഉണ്ടാവും. അവർക്കും മറ്റ് വീട്ടിലെ ചോറ് അവിടെ സ്ഥിരമായിട്ടുണ്ട്. റോഡിലെ ചോറും മറ്റേ അമ്പലത്തിലെ എപ്പോഴെങ്കിലും കിട്ടുന്ന പിന്നെ ഉച്ചക്കുള്ള സദ്യ ഒന്നും വേണ്ടാത്തവരൊന്നും ആരുമില്ല. വീട്ടിലേത് അവിടെ പെർമനൻ്റ് ചോറ് അവിടെ ഉണ്ട് എന്ന് അവർക്ക് അറിയാം. എല്ലാവർക്കും കട്ട് തിന്നതിനോട് തന്നെയാണ് താല്പര്യം കൂടുതൽ. അപ്പം അങ്ങനെ അവളെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. പബ്ലിക്കിൻ്റെ ഇടയിൽ ഭയങ്കര ഭാര്യയും ഭർത്താവുമായിരിക്കും. അവരൊരുമിച്ച് കെട്ടിപ്പിടിച്ച് യാത്ര പോവും, കാറിൽ പോവും, ബൈക്കിൽ പോവും, മക്കളെയും കൊണ്ട് പുറത്ത് പോവും, കുടുംബമായിട്ട് ടൂറിന് പോവും, സ്റ്റാഫ് ടൂറ് പോവും, അങ്ങനെ പലതും ചെയ്യും. പക്ഷെ ഇവരെയൊക്കെ കുടുംബജീവിതം പരാജയമായിരിക്കും. ശരിക്കുള്ള കുടുംബജീവിതം പരാജയമായിരിക്കും. ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നതോ ഫോട്ടോ ഇടുന്നതോ അല്ലാതെ പിന്നെ കൂട്ടായിട്ടൊരു ബോട്ട് സവാരി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവർ വയനാട്ടിലോ ഊട്ടിയിലോ പോകുന്നതോ അല്ല ഒരു കുടുംബ ബന്ധത്തിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന്. അതല്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത പലരും ഈ ഒരു ദാരിദ്ര്യത്തിൽ തന്നെയുള്ളത്. പിന്നെ അന്നേരം ചോദിക്കും, ഞാൻ ആ ചോദ്യത്തിന് ഇവിടെ എൻ്റെ ഈ ഒരു ടോക്കിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏത്? നീ ഡീസൻ്റാണോ, നീ ഉൾപ്പെടുന്ന സമൂഹം ഡീസൻ്റാണോ എന്ന്. ഞാൻ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത്
പെണ്ണുങ്ങൾക്ക് നേരെ ആണുങ്ങൾ ചെയ്യുന്ന ഒരു തരം അരാജകത്വം പിടിച്ച സെക്സിനെ കുറിച്ച് തന്നെയാണ്. ഒരു പെണ്ണിനെ അവളെ ഓരോ ശരീരഭാഗവും അളന്ന് തൂക്കിയെടുത്ത് ലൈംഗിക വൈകൃതത്തിൻ്റെ കണ്ണോടുകൂടി കാണുന്ന ആണുങ്ങളെ തന്നെ ഉദ്ദേശിച്ചത് തന്നെയാണ് ഷീ എന്ന് പറഞ്ഞ ശ്രീലൂമ ലൈഫിലെ ഈ ടോക്ക്. 100% ഞാൻ അതേ പറയൂ, ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റൊരു സ്റ്റാഫിൻ്റെ ശരീരത്തിൽ, അത് സൗന്ദര്യമുള്ള ലേഡി ആവണമെന്നൊന്നുമില്ല, ഒരു സ്ത്രീ നല്ല തടിയുണ്ട്, നല്ല കുറച്ച് വണ്ണമൊക്കെ ഉള്ള ഒരു ലേഡിയാണ്, അവരെ ബ്രസ്റ്റ് കുറച്ച് ഇങ്ങനെ ഉയർന്നിട്ടാണ്, ഇത് താടിക്ക് മുട്ടുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന കണ്ട ഒരു ലേഡി ഉണ്ട്. ഞാൻ കണ്ടപ്പോൾ അവർ കരയുന്നു. എന്താന്ന് ചോദിച്ചു. മുന്നേ അറിയാം അവരൊരു പ്രകൃത, അത് അവരെ അമ്മ അങ്ങനെയാണ്. അപ്പം എന്നോട് പറഞ്ഞു ഒന്നുമില്ല എന്ന്. ആ അവസ്ഥ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ചോദിച്ചു. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇന്ന ആൾ ഇത് ഇത്രയും മുട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞു. അവർ ട്രാൻസ്ഫർ വാങ്ങി. ഉളുപ്പില്ലാത്ത, ഇങ്ങനത്തെ സംസ്കാരമില്ലാത്ത ആളിടയിലാണ് ജീവിക്കുന്നത്. ഇവരോട് ഇത് ചോദിച്ചവൻ അതിഗംഭീരമായിട്ട് 3 നില മണിമാളിക എടുത്തിട്ട് സ്റ്റാഫിനെ മൊത്തം വിളിച്ച് പാലുകാച്ചലൊക്കെ നടത്തി മുഴുവൻ ആളും പോയി. ഭാര്യയും മോനും അവിടെയുണ്ട്. ഈ സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ആര് വിശ്വസിക്കാൻ? വർഷങ്ങളായിട്ട് ഇയൊക്കെ ഭാര്യയായിട്ട് ഒരു ഫിസിക്കൽ കണക്ഷനും ഇല്ലെന്നാണ് പിന്നെ കിട്ടിയ വിവരം. വൺ എക്സാമ്പിൾ. ആ സ്ത്രീക്ക് തൻ്റെ ഇടമില്ലാത്തത് കൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ വാങ്ങി. ഞാനാണെങ്കിൽ അവൻ ആജീവൻ ഇരുത്തി പൊരിച്ച് അവൻ ആ സമയത്ത് അടിച്ചേനെ. ഞാൻ ആ സമയത്ത് അവൻ്റെ മുഖത്ത് മൊത്തിക്ക് കൊടുത്തേനെ, അവൻ്റെ മൊത്തിക്ക് കൊടുത്തേനെ. ഞാൻ അവനെ നിർത്തി പൊരിച്ചേനെ. ഞാൻ ലോകം മുഴുവൻ അറിയിച്ചേനെ. എനിക്കിപ്പോൾ എൻ്റെ നേരെ വൃത്തികേട് കാണിച്ചവനെ സംരക്ഷിച്ചിട്ട് എന്നെ ശല്യം ചെയ്തു തരാമെന്ന് എനിക്ക് ഒറ്റപ്പാട് സർക്കാർ സർവീസിലുള്ള ലേഡീസ് അനുഭവിക്കുന്നത്. എനിക്ക് വന്ന 4-5 മെസ്സേജസും എവിഡൻസും, നേതാക്കന്മാരെ പീഡിപ്പിച്ചതും, ക്യാബിലേക്ക് വിളിപ്പിക്കുന്നതും, രാവിലെ 8 മണിക്ക് വരുന്ന പാർട്ടി സ്വീപ്പറെ ആണുങ്ങളെ ടോയ്ലറ്റ് കഴുകാനാക്കിയിട്ട് അവരെ പിറകെ പോയൊരു ഉദ്യോഗസ്ഥനെ കുറിച്ചും ഒരുപാട് അലിഗേഷൻസ് എനിക്ക് ഇങ്ങനെ വരുവാന്ന്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു വിത്ത് എവിഡൻസേ അയക്കാവൂന്ന്. അപ്പം ഇവരെ പരാതി കൊടുത്തതും, പരാതി മുക്കിയതും, പരാതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുക്കിയതും, രാത്രി പോലീസുകാരെ വിളിച്ചതും, ഇവരെ കഥ കേട്ട് കഴിഞ്ഞാൽ ബോധക്കേടാവും. ഞാൻ മറ്റ് ചാനലുകാർ ചെയ്യുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുക, അനാവശ്യമായ വിവാദം ഉണ്ടാക്കാനും ഒന്നും ഞാൻ തയ്യാറല്ല. ഒരു സ്ത്രീൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുക, അവരെ ഏതെങ്കിലും ഒരു ഇത് മാത്രം എടുത്ത് നമ്മൾ അവരെ ഹരാസ്മെൻ്റ് ചെയ്യുക, അത് ശരിയായ രീതിയല്ല. പക്ഷേ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിനുള്ളിൽ കേരളത്തിലെ 100% സർക്കാർ സ്ഥാപനങ്ങളിലും ചില സ്ത്രീകൾ ചില പ്രത്യേക സാഹചര്യത്തിലും അല്ലാതെയും പുരുഷന്മാരുടെ ലൈംഗിക വൈകൃതത്തിന് ഇര തന്നെയാണ്. ഗതികെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ വഴിയില്ലാതിരിക്കുമ്പോൾ നല്ല പെണ്ണുങ്ങളോട് വൃത്തികേട് പറയുക, ചോദിക്കുക, വരുമോ തരുമോ കാണുമോ എന്ന് ചോദിക്കുന്നത് അവരൊരു ഫയലിൽ നമ്പർ ഇടുന്നതിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. പലരും മക്കളെ പഠിപ്പ് പേടിച്ചിട്ടും, പല ഇഷ്യൂസ് പേടിച്ചിട്ടും, രാഷ്ട്രീയക്കാരെ പേടിച്ചിട്ടും, സ്വന്തമായിട്ട് നമ്മൾ പുറത്തേക്ക് വന്നാൽ ആളറിയുമെന്ന് പേടിച്ചിട്ടും, സ്വന്തം ഭർത്താവിൻ്റെ ഇടയിൽ കുടുംബജീവിതം നശിക്കുമെന്ന് പേടിച്ചിട്ടും, മക്കളെ പേടിച്ചിട്ടും, വീട്ടുകാരെ പേടിച്ചിട്ടും, ശമ്പളം തടഞ്ഞു വെക്കുമെന്ന് പേടിച്ചിട്ടും, ട്രാൻസ്ഫർ പേടിച്ചിട്ടും തന്നെ പ്രതികരിക്കാത്തതാ പെണ്ണുങ്ങൾ. ഒരുപാട് ലേഡീസിന് സർക്കാർ സംവിധാനത്തിൽ വളരെ ലൈംഗിക വൈകൃതം നേരിടുന്ന സാഹചര്യമുണ്ട്. ഇത് നമുക്ക് ലോകത്തേടിയും പോയിട്ട് പറയാനും പറ്റില്ല. കാരണം ഇവരെ സംഘടനകളെ നിയമാനുസൃതമല്ലാത്ത നടപടിക്ക് പല സ്ത്രീകളും വിധേയരാവും. അവരെ മക്കളെ പഠിപ്പിനെ ബാധിക്കും, അവരെ ഭർത്താവിൻ്റെ ചോദ്യം ചെയ്യലിന് അവർ പാത്രാവേണ്ടി വരും. ഇതൊക്കെയായിരിക്കും ഇവരെ അനന്തരഫലം. ഒരുപാട് ആൾ അനുഭവം അതാണ്. പിന്നെ അവർ പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, നമ്മളെ ഒരുപാട് കയറി ഇറങ്ങണം. അവരെ കയ്യിലില്ല, സാമ്പത്തികമില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസയില്ല, ഭർത്താവിൻ്റെ പ്രശ്നം, കുടുംബ പ്രശ്നം മൊത്തം പ്രശ്നമായാവുന്നതുകൊണ്ട് പലയാളും ഇത് പ്രതികരിക്കാത്ത ഒരു 99% ലേഡീസും പലതും സഹിക്കുവാണ്. പല സ്ഥലത്തും പോയിട്ട് നീതി കിട്ടാത്ത തൃശ്ശൂരെ ഒരു ലേഡി എന്നെ വിളിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരി. അവർ കുറച്ച് ഹാൻഡിക്യാപ്ഡാണ്.
അവരെ ഒരു പിന്നെ ഗാർഡനർ പോസ്റ്റിലുള്ള ഒരു പിന്നെ അസോസിയേഷൻ്റെ നേതാവ് അവരെ ശല്യം ചെയ്തു. യൂണിയൻ നേതാവ് ശല്യം ചെയ്തു. ഇവർ അസോസിയേഷനാണ് ഈ ലേഡി. അപ്പം ആ ലേഡി വളരെ സങ്കടത്തോടുകൂടി അവരെ അനുഭവങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. പിന്നെ പല വലിയ വലിയ സ്ഥാപനങ്ങളും ഏക്കർ കണക്കിന് തുറന്നു കിടക്കുന്നതായിരിക്കും. ഏക്കർ കണക്കിന് ഒരു മൂലയിൽ നടക്കുന്ന കാര്യം മറ്റേ മൂലയിൽ അറിയണമെന്നില്ല. വളരെ റൂറൽ ഏരിയയിൽ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം 80 ഏക്കറിൽ കിടക്കുന്ന സർക്കാർ സ്ഥാപനമുണ്ട്. ഒരു സൈഡിൽ ഹോസ്റ്റൽ, ഒരു സൈഡിൽ മറ്റേത്, ഒരു സൈഡിൽ മറ്റേത്, അങ്ങനെ ഇവിടൊക്കെ നിയമിക്കുന്ന പാർട്ടി സ്വീപ്പർമാരെല്ലാം വല്ലാത്ത ഗതികേടാണ് ലേഡീസിൻ്റെ. സർക്കാർ സ്ഥാപനങ്ങളിലെ സ്വീപ്പർമാര്, ഫുൾ ടൈം സ്വീപ്പർമാര്, ഇവരെയൊക്കെ ഗതി വളരെ പരിതാപകരമാണ്. കാരണം ഇവരൊക്കെ ഡ്യൂട്ടി ടൈം 8 മണി മുതൽ 3 മണി വരെയാണ്. ഈ 10 മണിക്ക് മുന്നേ വരുന്ന ഇവര് എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടിട്ടാവാൻ ജീവിക്കുന്നത്. അവർ പുറത്ത് പറഞ്ഞ അവർക്ക് ഉള്ള ജോലിയും കൂടി ഇല്ല, തുച്ഛമായ ശമ്പളം എല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് 10,000 രൂപയായിരിക്കും. അതും ഇല്ലാതാവുന്ന അവസ്ഥ വരുന്നതുകൊണ്ട് പല സ്ത്രീകളും പല സർക്കാർ സ്ഥാപനങ്ങളിൽ ലൈംഗിക വൈകൃതം അനുഭവിക്കുന്നുണ്ട്. ചിലർക്ക് കണ്ടാൽ മതി, ചിലർക്ക് പറഞ്ഞാൽ മതി, ചിലർക്കൊന്ന് തോണ്ടിയാൽ മതി, ചിലർക്ക് അവരോട് എന്തെങ്കിലും പിന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ട് അതിൽ സംതൃപ്തി കൊള്ളുന്നവരുണ്ട്. പല ടൈപ്പ് ആണുങ്ങളെ വൈകൃതത്തിന് പിന്നെ ലേഡീസ് ഇടയാവുന്നുണ്ട്, ലേഡീസ് പാത്രമാവുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഒരു യൂറിൻ പാസ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ എന്തായാലും ലേഡീസ് അത് വീട്ടിലെത്താൻ തന്നെ വെയിറ്റ് ചെയ്യും. ഒരിക്കലും ഒരു മതിലിന് ചാരി നിന്നിട്ടോ ഒരു പിന്നെ ബസ് സ്റ്റാൻഡിലോ റോഡ് സൈഡിലോ ഒരു സ്ത്രീയും അവരെ ചുരിദാറോ അവരെ സാരിയോ പൊക്കി യൂറിൻ പാസ് ചെയ്തിട്ടില്ല. പല ടൗണിലും റോഡിലും റോഡ് സൈഡിലും വണ്ടി നിർത്തിയിട്ടും ബൈക്ക് നിർത്തിയിട്ടും കാറ് നിർത്തിയിട്ടും ലോറി നിർത്തിയിട്ടും ഒരു ഉളുപ്പില്ലാതെ പൊക്കി മൂത്രമൊഴിക്കുന്ന ഈ ഞരമ്പ് രോഗികളെല്ലാം സർക്കാർ ജീവനക്കാരിലും ഉണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട അതല്ലാന്ന്. അതിലും കൂടുതൽ രോഗികളുണ്ട്. അവരെ വേഷ സംവിധാനത്തിലും അവരെ സർട്ടിഫിക്കറ്റിലും മാത്രമേ വ്യത്യാസമുള്ളൂ. മാനസികമായിട്ട് അവർ യാതൊരു വിധത്തിലും പുരോഗമിച്ചിട്ടില്ല. അവർ വരുന്നത് സർക്കാർ ഓഫീസിലാണെങ്കിലും ഇവർ വൈകൃതങ്ങളിൽ വളരെ മുന്നിലാണ്. അത് പബ്ലിക് പല സമയത്തും മനസ്സിലാക്കാത്തതാണ്. വൈകൃതങ്ങളിലും സെക്ഷൽ ഹരാസ്മെൻറ്റിലും എല്ലാം ഒറ്റപ്പാട് മുന്നിലാണ് ഈ എംപ്ലോയീസ്. അതായത് ഇൻസൈഡാക്കി രാവിലെ വീട്ടിൽ നിന്ന് ചോറ്റ് പാത്രം എടുത്ത് വരുന്ന ഞരമ്പ് രോഗികൾ വ്യക്തമായ അഡ്രസ്സും വ്യക്തമായ സംഘടനേൻ്റെ പേരും പറഞ്ഞ് തെമ്മാടിത്തരം ചെയ്യുന്ന പാവം ലേഡീസിനെ, വിധവകളെയോ ഡിവോഴ്സ് ആയവരെയോ ഇനി ഭർത്താവുള്ളവരെയോ ഭർത്താവ് വയ്യാണ്ട് കിടക്കുന്നവരെയോ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരോ, ഇനി ഗസറ്റഡ് ഓഫീസിൽ ലേഡി ആയാലും ചിലപ്പോൾ ഭർത്താവിൻ്റെ പ്രശ്നം ഉണ്ടാവാം, സാമ്പത്തിക പ്രശ്നമെല്ലാം ഉണ്ടാവാം, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാവാം, ഭർത്താവ് മരിച്ചവരുണ്ടാവാം, ഒറ്റപ്പാട് ഇഷ്യൂസ് ഉള്ളവരുണ്ട് സർക്കാർ സംവിധാനത്തിൽ. ഇവർ കടന്ന് ഒരിക്കലും പുറത്തേക്ക് ചാടാനാവില്ല, കാരണം അവരുടെ സാഹചര്യം കൊണ്ട്. അപ്പം ഇതെല്ലാം ചൂഷണം ചെയ്യുന്ന കൂടെയുള്ള ആണുങ്ങളുണ്ടാവും, മേലധികാരികളുണ്ടാവും. ആണുങ്ങൾ പെണ്ണുങ്ങളെ ദുരവസ്ഥ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം, അവർ പോകുമ്പോൾ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി മാത്രം സാരി ഉടുത്തൊരു സ്ത്രീൻ്റെ വയറ് കണ്ടാൽ അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ദരിദ്രവാസികൾ വിലസുന്ന സംവിധാനമാണ് കേരളത്തിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും. മിക്കവാറും ഞാൻ ഒരിക്കലും പറയില്ല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെ മേലുദ്യോഗസ്ഥന്മാർക്കും ഒ എമാർക്കും ക്ലർക്കുമാർക്കും ഒന്നും വേണ്ടായിട്ടില്ല, ഒന്നിനോടും അയത്തുമില്ല. ഒറ്റപ്പാട് സാഹചര്യം കൊണ്ടാണ് ലേഡീസ് പുറത്തേക്ക് വരാത്തത്. രണ്ടാളും യോജിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല പറയുന്നത്. അതായത് ഈ വൈകൃതങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾ, ഇരയായവർ പ്രതികരിച്ച സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഇല്ലീഗൽ അലിഗേഷൻസ് എടുത്ത് വെളിയിലിടും, ചാർത്തും. അവക്ക് മറ്റേ സ്വഭാവമാണ്, അവക്ക് മറ്റേ പണിയാണ്. അവളെ ഒറ്റപ്പെടുത്തണം. അവളെ ഇനി കോളേജിലേക്ക് കയറ്റരുത്, ഇനി പഞ്ചായത്തിലേക്ക് കയറ്റരുത്, ഇനി വില്ലേജ് ഓഫീസിലേക്ക് കയറ്റരുത്. ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അന്തസ്സോടെ വിളിച്ചോ. എൻ്റെ നമ്പർ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതാ 9947086657. ഞാൻ ഈ വിഷയം ഇനി എവിഡൻസ് അടക്കം എൻ്റെ ചാനലിൽ കൊടുക്കും. എന്നെ അങ്ങനെയുള്ളവർക്ക് വിളിക്കാം.
നമുക്ക് വിത്ത് എവിഡൻസ് പബ്ലിക്കിലേക്ക് വരാം. നിങ്ങൾ പേടിക്കണ്ട. ഇങ്ങനെയുള്ള ചൂഷണം ഒരു തരത്തിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് നേരിടണ്ട. ഇങ്ങനെയുള്ള ചൂഷണത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണം. നമ്മളോട് പറയുന്ന തമാശയായ ഒരു കമന്റ് പോലും വലിയ നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ്. നിയമത്തിന്റെ മുന്നിൽ വലിയ തെറ്റാണ് ഇവർ കാണിക്കുന്നത്. നമ്മളെ സമ്മതമില്ലാതെ നമ്മളോട് പറയുന്ന ഓരോ കമന്റ്സും, ഓരോ സെക്ഷൽ മീനിങ് ഉള്ള നെഗറ്റീവ് മീനിങ്സ് വരുന്ന വാക്കുകളും നമ്മളെ ഇവരെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും നമ്മളോട് ആ തരത്തിൽ സമീപിക്കുന്നതും നിയമത്തിന്റെ മുന്നിൽ ശക്തമായ കുറ്റകരമായ കാര്യമാണ്. അങ്ങനെ പ്രതികരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയിട്ട് നിയമത്തിന്റെ മുന്നിൽ നേരിടണമെങ്കിൽ നമ്മൾ നേരിട്ടേ പറ്റൂ. ഇതനുഭവിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഒരു ചെറിയ റീലിട്ടപ്പോൾ ഒരു പൊടി ഒരു മിനിറ്റ് ഉണ്ടോന്ന് അറിയില്ല, ഇങ്ങനെയുള്ളവരുണ്ടോന്ന് ചോദിച്ച് റീലിട്ടപ്പോൾ ഇന്ന് മാത്രം എനിക്ക് 6 കേസ് വന്നു എൻ്റെ വാട്സപ്പിൽ. 6 കേസ്. അതവര് പറയാനില്ല, തൻ്റെ 6 ആളെ കാണിച്ചുള്ളൂ. 6000 ആള് വെളിയിലുണ്ട്. കൃത്യമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടൊരു വ്യക്തമായിട്ട് ഒരാൾ അണ്ടറിൽ നിൽക്കാതെ വ്യക്തമായ ഒരു ഏജൻസി വളരെ രഹസ്യമായിട്ട് പോയി കഴിഞ്ഞാൽ 60,000 സ്ത്രീകളുണ്ടാവും കേരളത്തില്. മേലധികാരിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ സെക്ഷൽ ഹരാസ്മെന്റും സംസാരം കൊണ്ടും ശരീരം കൊണ്ടും വേറെ തരത്തിലൊക്കെ നേരിടുന്ന 60,000 സ്ത്രീകൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ കീഴിലുണ്ട്. അത് അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിട്ടും. അതീവ രഹസ്യ സ്വഭാവത്തില് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അതീവ രഹസ്യ സ്വഭാവത്തില് ഒരുപാട് ആൾ അത് മുന്നോട്ട് വന്ന് പറയും. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരിക്കും, ഒരു ഫയലിൽ കൊള്ളുന്നതിൽ കൂടുതലായിരിക്കും പല സ്ത്രീകൾക്കും പറയാനുള്ളത്. അതായത് സർക്കാർ ജീവനക്കാരായ സ്ത്രീകള് സർക്കാർ ജീവനക്കാരായതും നേതാക്കന്മാരായതും അതായത് സംഘടനാ നേതാക്കന്മാരുടെ അടുത്ത് നിന്നൊക്കെ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റിന്റെ സ്റ്റോറി ഞെട്ടുന്ന സ്റ്റോറിയാണ്. ഇത് എല്ലാ ദിവസവും ഞാൻ പറയുന്നു മാത്രമല്ല, നിങ്ങൾക്ക് എന്നോട് പറയാം എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട്. പിന്നെ ഇത് പേര് പറയാനും സ്ഥാപനം പറയാനും യാതൊരു മടിയുമില്ല. പക്ഷേ ഈ അനുഭവിക്കുന്ന ആൾ മുന്നോട്ട് വരാൻ തയ്യാറാവണം, എന്നാലേ നമുക്കത് പറയാൻ പറ്റൂ. ഇപ്പം എനിക്ക് അനുഭവിക്കുന്നത് ഞാൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. വേറൊരു എക്സോർ വഴി ഒരു സ്ത്രീ പറയണം. കണ്ണൂർ പോളിടെക്നിക്കിൽ ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് നിന്ന് വീണ് തെരഞ്ഞു കരുവാണ്. അരക്ക് താഴെ അവർക്ക് 50% അവർ ഹാൻഡിക്യാപ്ഡാണ്. അവരവിടെ നിന്ന് നേരിടുന്ന കാര്യം തിരുവനന്തപുരത്ത് നിന്ന് വീണ് തെരഞ്ഞു കരഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് പോലീസിനെ വിളിക്കുന്ന അപ്പോൾ അവർക്ക് കിട്ടുന്ന നിർദ്ദേശം. ഒരു എക്സാമ്പിൾ, അവരെ പേര് അവരെ സമ്മതമില്ലാണ്ട് എനിക്ക് പറഞ്ഞുകൂടാ. അപ്പം ഇതാണ് സർക്കാർ സംവിധാനം, ഇതാണ് നമ്മൾ നേരിടുന്നത്. മേലധികാരി പീഡിപ്പിച്ച് ഉപദ്രവിച്ചിട്ട് നിയമത്തിന്റെ ഓരോ വഴികളും കയറി അലയുന്ന ഭർത്താവില്ലാത്തൊരു സ്ത്രീന്റെ വോയിസ് മെസ്സേജ് ഉണ്ട് എൻ്റെ ഫോണിൽ. അത് അവരെ സമ്മതമില്ലാണ്ട് കേൾപ്പിക്കാൻ പാടില്ല. അവർ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ആ എവിഡൻസ് അടക്കം ഇപ്പോൾ 6 സ്ത്രീകൾ എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 6 സ്ത്രീകൾ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സധൈര്യം അയച്ചോ. നമുക്ക് ഏത് തരത്തിൽ പോരാടുന്നതിന് കുളിച്ചിട്ടായാലും കുളിക്കാണ്ടായാലും പബ്ലിക്കിൽ പോയിട്ടായാലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലായാലും നമുക്ക് എവിടെ പോയിട്ട് ഇരുന്നിട്ടായാലും നമുക്ക് നീതി കിട്ടുന്നവരെ പോരാടണം. ഒരാളും സഹിക്കണ്ട. അതിൻ്റെ മേലെ എന്ത് നഷ്ടപ്പെട്ടാലും സഹിക്കണ്ട. പലരും സഹിക്കുന്നത് പല പ്രശ്നം കൊണ്ടായിരിക്കും. നിങ്ങൾ സഹിക്കണ്ട. തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വക്കീലിനാക്കാൻ പൈസയില്ല, പല പ്രശ്നമുണ്ടെന്ന് എന്നോട് ഓരോരാളും പറഞ്ഞു. നമുക്ക് വക്കീലിനാക്കാൻ പൈസയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് പുറത്ത് പറയാത്ത. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് രാത്രി 1 മണിക്ക് വിളിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഇതുപോലെ പല സ്ത്രീകളും കരഞ്ഞ് പറയുന്ന വോയിസാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ ഉള്ളത്. കരഞ്ഞു പറയുന്ന വോയിസ്. ഇതെല്ലാം നമുക്ക് പുറത്തേക്കെടുക്കണം. ഇതുപോലെയുള്ള ചൊറിയന്മാരെല്ലാം നമുക്ക് പുറത്ത് കൊണ്ടുവരണം. സധൈര്യം നിങ്ങൾ വോയിസ് അയക്കോ എവിഡൻസ് അയക്കോ ചെയ്തോ. നമ്മൾ എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോവും. ഇവരുടെ വികൃതമായ മുഖങ്ങൾ നമുക്ക് സധൈര്യം മുന്നോട്ട് കൊണ്ടുവരണം. ശ്രീലുമൈ ലൈഫിലെ ഒരു ഷീ എന്ന ഒരു ടോക്ക്
അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിക്കുവാന്ന്. ഈ വൈകൃതങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പറ്റൂലെങ്കിലും ചെറിയ രീതിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും. ഇതനുഭവിക്കുന്ന ഒരുപാട് ആളുണ്ട്. നിങ്ങൾ സധൈര്യം വോയിസ് മെസ്സേജ് ആയിട്ടും എവിഡൻസ് ആയിട്ടും അയച്ചോളൂ. നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, ഇനി പുറകോട്ടല്ല. എന്ത് കാണിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ അധികാരവും അവകാശങ്ങളും സ്ത്രീക്കും ഉണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നാളെ വൈകുന്നേരം കാണാം.